ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. വെള്ളരിക്ക ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിശ്ശേരി. അപ്പോൾ നമുക്ക് നമ്മുടെ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു മീഡിയം സൈസ് വെള്ളരിക്കയുടെ പകുതിയാണ്. നമുക്ക് ഒത്തിരി ഒന്നും വെള്ളരിക്കയുടെ കഷ്ണങ്ങൾ ആവശ്യമില്ല. ഇത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തേക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് കഴുകി വെച്ചേക്കുന്ന വെള്ളരിക്കയാണ്. ഇനി നമുക്ക് നമ്മുടെ വെള്ളരിക്ക ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് യൂസ് ചെയ്യണത്. വെള്ളരിക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 പച്ചമുളക്. പച്ചമുളക് ഒന്ന് നെടുകെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ വെള്ളരിക്ക വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മൾ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേവട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതാ നമ്മുടെ കഷ്ണങ്ങൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ അതാ നമ്മുടെ കഷ്ണങ്ങൾ വേവണ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കി എടുക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ്. നമുക്ക് തേങ്ങ ഒത്തിരി ആവശ്യമില്ല. 1/2 കപ്പിൻ്റെ അടുത്ത് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം എന്ന് പറയുന്നത് ചെറിയ ജീരകമാണ്, ക്യുമിൻ സീഡ്സ്. ഇനി നമ്മുടെ തേങ്ങ ഒരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒത്തിരി അങ്ങ് ഒഴിക്കണ്ട. നമ്മൾ കുറച്ച് തേങ്ങയല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അരയാൻ പ്രയാസമായിരിക്കും. വെള്ളം കുറച്ച് ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. അരച്ചെടുക്കുമ്പോൾ നല്ല മഷി പോലെ അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ നമ്മുടെ വെള്ളരിക്ക ഒരു 3/4 ഭാഗത്തോളം വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ വെള്ളരിക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങയും ജീരകവും കൂടെ അരച്ചത്. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കണത്. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഈ അരപ്പ് ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് തിളയ്ക്കണം. നമ്മുടെ തേങ്ങയുടെയും ജീരകത്തിൻ്റെയും പച്ചച്ചുവയൊക്കെ ഒന്ന് മാറണം. ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കണ്ട. മാക്സിമം ഒരു 3 മിനിറ്റ് മതിയാവും. ഇതിവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പം നമ്മുടെ അരപ്പ് 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. നമുക്കിനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 ലിറ്റർ തൈരാണ്. ഇത് മിക്സി ബൗളിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് അതിൻ്റെ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് മോര് പോലെ ആക്കണ്ട. ജസ്റ്റ് 1-2 സെക്കൻഡ് ഒന്ന് കറക്കിയെടുത്താൽ മതി. നമുക്ക് നമ്മുടെ മോര് നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. തൈര് ചേർത്താൽ പിന്നെ തിളക്കരുത്.
നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. തിളച്ചാൽ പിന്നെ നമ്മുടെ തൈരങ്ങ് പിരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കണത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ട്. തൈര് ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് ചേർക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമ്മുടെ പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിക്കാണ് എടുക്കുന്നത്. അത്യാവശ്യം തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ തൈര് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇനി ഇതിലേക്കൊന്ന് വറുത്തിടണം. അത് ചെയ്യാം. അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. നാടൻ റെസിപ്പിയാണല്ലോ. ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഉലുവ. 2-3 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. തീ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 നുള്ളു മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുളിശ്ശേരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് വറവ് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓണം സ്പെഷ്യൽ വെള്ളരിക്ക പുളിശ്ശേരി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.